നമസ്കാരം. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനു പകരം ഇന്ത്യ ആഭ്യന്തര ഉപയോഗത്തിനായി നദീജലം തിരിച്ചുവിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 6 പതിറ്റാണ്ട് പഴക്കമുള്ളതാണ് ഈ സിന്ധു നദീജല ഉടമ്പടി. അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ല. എന്നാൽ അത് നിർത്തലാക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു. അത് തങ്ങൾ കൃത്യമായും ചെയ്തിട്ടുണ്ട്. ഉടമ്പടിയുടെ ആമുഖത്തിൽ അത് ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണെന്നും പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ അത് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ ഒന്നും ശേഷിക്കില്ലെന്നും അത് അമിത്ഷാ വ്യക്തമാക്കുന്നുണ്ട്. ഉടമ്പടിയുടെ ആമുഖത്തിൽ ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണെന്നും പരാമർശിക്കുന്നു. എന്നാൽ ഒരിക്കൽ അത് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ ഒന്നും ശേഷിക്കില്ലെന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യയിലെ നദിയിൽ നിന്നും പാകിസ്ഥാന് ജലം നൽകിയിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത്. ഈ കരാറിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അത് ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഒരു കനാൽ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം തങ്ങൾ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെള്ളത്തിന്റെ അഭാവം പാകിസ്ഥാനെ വലയ്ക്കുമെന്നും അവർ പട്ടിണിയിൽ ബുദ്ധിമുട്ടുമെന്നും ഷാ വ്യക്തമാക്കുന്നുണ്ട്. 1960 ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി സിന്ധു നദിയിൽ നിന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലപങ്കിടലിനെ നിയന്ത്രിക്കുന്നു. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിൽ 26 സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. തുടർന്നാണ് ഈ കരാർ ഇന്ത്യ നിർത്തലാക്കിയത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഇസ്ലാമാബാദ് നൽകുന്ന പിന്തുണയായാണ് കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ പഹൽഗാം ആക്രമണത്തിന് പങ്കില്ലെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. കരാർ മരവിപ്പിക്കാനുള്ള ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും പാകിസ്ഥാൻ നിരവധി തവണ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു. പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സയ്യിദ് അലി മുർത്താസ ഇന്ത്യയുടെ ജൽശക്തി മന്ത്രാലയത്തിന് കുറഞ്ഞത് 4 കത്തുകളെങ്കിലും എഴുതിയിട്ടുണ്ട്. അതായത് ഇക്കാര്യം ഉന്നയിച്ച് അതിൽ 3 പഹൽഗാം ആക്രമണങ്ങളെ തുടർന്നുള്ള സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. ഇന്ത്യയുടെ നടപടി ഉടമ്പടിയുടെ ലംഘനമാണെന്നും കരാറിന്റെ നിബന്ധനകൾ പ്രകാരം ഏകപക്ഷീയമായി റദ്ദാക്കൽ അനുവദനീയമല്ല എന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. പാകിസ്ഥാൻ എന്തു തീരുമാനിച്ചാലും അതിനെതിരെ നടപടിയെടുക്കാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല. വിനോദസഞ്ചാരികൾ എന്തായാലും കാശ്മീരിലേക്ക് വീണ്ടും യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ സിവിലിയൻ സ്ഥലങ്ങളിലും പാകിസ്ഥാൻ ആക്രമിച്ചുവെന്നും എന്നാൽ അവരുടെ വ്യോമത്താവളങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി ഇന്ത്യ ഉചിതമായ മറുപടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ആക്രമണത്തിന് ശേഷം കശ്മീരിലെ കാര്യങ്ങൾ പഴയതുപോലെ വീണ്ടും സജീവമാവുകയാണ്.